ഹലോ. പണ്ടുതൊട്ടേ എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് പരിപ്പ് വട കേട്ടോ. പക്ഷേ അങ്ങനെ ഉണ്ടാക്കാറില്ല. മിക്കപ്പോഴും ആഗ്രഹം തോന്നുമ്പോൾ വാങ്ങിക്കഴിക്കാറാണ് പതിവ് കേട്ടോ. ഇന്നെന്തായാലും അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. ചുമ്മാ ഇരിക്കല്ലേ, അങ്ങ് ഉണ്ടാക്കിയേക്കാം. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ആഗ്രഹങ്ങളൊക്കെ കൂടുതലാണ്. എന്താണോ ആവോ. എന്തായാലും ആഗ്രഹം തോന്നിയപ്പോഴേ കുറച്ച് പരിപ്പെടുത്ത് ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് സെറ്റാക്കിയാലോ. ഇപ്പോൾ പരിപ്പെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കുറച്ച് ഉപ്പും കായപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പരിപ്പ് വടയുടെ ഷേപ്പിലാക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ നമ്മുടെ പരിപ്പ് വട സെറ്റായി. നോർമലി എനിക്ക് ഈ ഒരു പരിപ്പ് വടയുടെ കൂടെ കട്ടൻ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പൊതുവേ പഞ്ചസാര കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കട്ടൻ ചായ എനിക്ക് പഞ്ചസാര ഇല്ലാതെ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാൽ ചായ എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പോൾ ശീലിച്ചു കേട്ടോ. അതുകൊണ്ട് കട്ടൻ ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, ഒഴിവാക്കലാണ് പതിവ്. പക്ഷേ ഇന്നെന്തോ ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് കട്ടൻ ചായ കുടിച്ചേക്കാമെന്ന്. അതിന് പഞ്ചസാരയൊക്കെ ഇട്ട് കുറച്ച് കട്ടൻ ചായ ഇന്ന് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് പരിപ്പുവടയും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇന്നത്തെ ആഗ്രഹം അങ്ങനെ അങ്ങ് തീർത്തു. ഇനി എന്തെല്ലാം ആഗ്രഹങ്ങൾ വരുമോ ആവോ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.